വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത എൻ്റെ കുഞ്ഞു കിച്ചണിലെ കുഞ്ഞു പാചക വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നെക്കാളും നല്ലതുപോലെ കുക്ക് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കല തന്നെയാണ്. അത് സ്നേഹത്തോടു കൂടി നമുക്കിഷ്ടമുള്ള ആഹാരങ്ങൾ സ്നേഹത്തോടു കൂടി കുക്ക് ചെയ്ത് വിളമ്പുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുക്കിംഗ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റും. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് കുക്കിംഗ് ഒന്നും അല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കുക്കിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് കണവ തോരനാണ്. അപ്പോൾ ഒരു ചെറിയ സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കുഞ്ഞതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കണവയെല്ലാം ഞാൻ നേരത്തെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയെല്ലാം അതിനകത്തോട്ടൊന്ന് ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആവശ്യത്തിന് ചേർക്കണം, അല്ല എങ്കിൽ വയറ്റിന് ചിലവർക്ക് പിടിക്കത്തില്ല. വലിയ കണവയൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിൽ ഇട്ട് ഒന്ന് 2 വിസിലൊക്കെ കേൾപ്പിച്ച് അതിന് ശേഷം വെച്ചാൽ ഒത്തിരി കൂടെ വെന്ത് കിട്ടും. ഇത് പക്ഷേ കുഞ്ഞു കണവയാണ്, അതുകൊണ്ട് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കണവയെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചത് വാടി വന്ന ഉള്ളിയിലോട്ട് നമ്മൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചിട്ട് വേവിക്കണം. കണവ തോരൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റിയത് രസമാണ്. അപ്പോൾ കണവ തോരൻ ഞാൻ വീട്ടിൽ വയ്ക്കുമ്പോഴെല്ലാം രസമാണ് കൂടുതലായിട്ട് വെക്കുന്നത്. നമുക്കത് അവിടെ ഇരുന്ന് വേവുമ്പോൾ അതിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനുള്ള അരപ്പ് ഒരുപാട് വേണമെന്നുള്ളവർ ഒരു കുഞ്ഞ് തേങ്ങ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു തേങ്ങയാണ് എടുത്തത്. കുഞ്ഞു തേങ്ങയെല്ലാം ചിരകിയെടുത്തു. അതിന് ശേഷം അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഒരുപാട് ചേർക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു കണക്കറിയാമല്ലോ, അതനുസരിച്ച് ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയിലോട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഈ കണവ തോരനിൽ മുന്തി നിൽക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇതിൽ കൂടുതലായിട്ടും മുമ്പിലോട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 കരണ്ടി മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി ഇടും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് ഇടും. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇളക്കിയാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം ആ അരപ്പ് എല്ലായിടത്തും ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടി. അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം തോനെ ഇടും, കാര്യം ഒരു എരിവൊക്കെ വരുന്നതിന് വേണ്ടി കുരുമുളക് പൊടി ഇടും. അപ്പോൾ ഈ അരപ്പിൽ മുന്തി നിൽക്കേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മണവും ഒരു ഇത് വരും. ആ അരപ്പിൽ നല്ലൊരു മണമായിരിക്കും വരുന്നത്. കണവയെല്ലാം വെന്ത് വരും. കണവ വേവിക്കാനിടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കാര്യം ആ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. കണ്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല. അപ്പോൾ ആ കണവയിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം എല്ലാം ഊറി വരും. അപ്പോൾ ആ ഊറി വന്ന വെള്ളം എല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നത്. കാര്യം അപ്പോഴാ അത് സെറ്റായി വരും. കാര്യം അരപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ നല്ല സെറ്റായി വരും. ഇതൊന്ന് വറ്റിയതിന് ശേഷം നമുക്കിനി അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം. സത്യത്തിൽ ഞാൻ പാചകം പഠിക്കുന്നത് എൻ്റെ മോനൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ പാചകം പഠിക്കുന്നത്. അതുവരെ ഒരു കുഴിമടിച്ചിയായിരുന്നു. അമ്മ വേവിക്കുന്നു കഴിക്കുന്നു എന്ന ഒരു കുഴിമടിച്ചിയായിരുന്നു. നമുക്ക് ഇനി ഇതിന് അരപ്പൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോന് ഈ കണവ തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കൂടുതലും പാചകത്തിൽ പഠിക്കുന്നത്. കാര്യം അവന് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ പാചകം തന്നെ പഠിച്ചത് തന്നെ. എൻ്റെ അമ്മയും അമ്മാമ്മയും ഒക്കെ നല്ലതുപോലെ കുക്ക് ചെയ്യും. അവരുടെ കൈപ്പുണ്യമൊന്നും എനിക്കില്ല, എന്നാൽ ആവശ്യത്തിന് കുക്ക് ചെയ്യും. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അരപ്പൊക്കെ ചേർത്ത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്കിവിടെ ഇല്ല, എത്ര നട്ടാലും പൊടിക്കാത്ത
പൊടിക്കാത്തൊരു സാധനമാണ് കറിവേപ്പില. ഞാൻ ഒരുപാട് തൈകൾ വാങ്ങി നട്ടു, പക്ഷെ ഒന്നും പൊടിക്കത്തില്ല. കുറച്ച് ഹൈറ്റ് ആവും, പിന്നെ അത് മുഞ്ഞ കയറി അങ്ങ് പോവും. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഇടുന്നത് കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പില ഞാൻ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഒരുപാട് നേരം ഇട്ട് വെച്ചിട്ട് ഒരുപാട് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നത്. അവസാനം നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് അടച്ച് വെച്ചാൽ മതി. ഒരു ആവി പോയതിന് ശേഷം അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചളിച്ചു പോകും. അപ്പോൾ ആവിയും കൂടെ പോയതിന് ശേഷം അടച്ച് വെച്ചാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കടവത്തോരൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാചക വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.